പണ്ട് നമ്മൾ പെരുന്നാൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകണമെങ്കിൽ നമ്മളെക്കാൾ ഏജുള്ള ചേട്ടന്മാർ നിൽക്കുന്നെങ്കിൽ, അതായത് നമുക്കൊരു 15-20 വയസ്സുള്ളപ്പോൾ ആ ചേട്ടന്മാർ നിൽക്കുമ്പോൾ നമ്മൾ പതുക്കെ ചെറിയൊരു റഫ് മൂഡാണെങ്കിൽ നമ്മൾ അവിടെ നീങ്ങും അല്ലേ. ഇപ്പോഴത്തെ സ്കീം നേരെ തിരിച്ചാ. എനിക്കിപ്പോൾ 30ആയി, 15 വയസ്സുള്ള പിള്ളേരുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്നത് പേടിയാ. അതെ, ഇത് ശരിയാണ്. കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ അഗ്രഷനും അല്ലെങ്കിൽ പെട്ടെന്നുള്ള റിയാക്ഷനും ഒക്കെ കുറച്ചും കൂടി കൂടുതലുള്ള രീതിയിലൊക്കെ കാണാൻ സാധിക്കണേ. അത് എന്തായാലും എനിക്ക് തോന്നുന്നത് അന്ന് കാലത്ത് ഈ സിനിമ ഇത് മക്കളെ സിനിമയാണ്, ഇത് ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കാരണന്മാര്. അതൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു, അതങ്ങനെ ഒരു കഥാപാത്രമാണ്. ഇപ്പൊ പലരും ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനുകരിക്കാൻ കൂടുതൽ നോക്കുന്നുണ്ട്. അതിലെനിക്കൊരു കാര്യം അടിയാനുള്ള ഇതാണ്. കാരണം അന്ന് നമ്മൾ കാണുന്ന സമയത്ത് സിനിമകളെന്ന് പറയുന്നത് ഇത്രത്തോളം ഒരു വയലൻസ് അല്ലെങ്കിൽ അത് അത്രത്തോളം ലാർജ് സ്കെയിലിൽ എല്ലാ സിനിമകളിലും അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് വയലൻസും അങ്ങനത്തെ കാര്യങ്ങളുള്ള കുറേ സിനിമകൾ വളരെ റെഡിലി നമുക്ക് എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അന്ന് കാലത്ത് ഇപ്പം ഇങ്ങനെ ഈ ഒരു ഇടിയോ തല്ലോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചു നേരം കഴിഞ്ഞാൽ ക്ഷമിച്ച് വിട്ട് കളഞ്ഞു. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ലെവലിൽ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വേറൊരാൾ അതിനേക്കാളും ശക്തിയുള്ള ഒരാളെ നോക്കി അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട പാർട്ടിയുടെ കാര്യങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും ഇതിലൊക്കെ പോയി അവനെ എങ്ങനെ തിരിച്ചടിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ വല്യപ്പൻ്റെ മക്കളോ അല്ലെങ്കിൽ വല്യച്ഛൻ്റെ മക്കളോ ഇവരൊക്കെ ആയിരിക്കും. ഒന്ന് ക്ഷമിക്കാനോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനോ ഇതിനൊന്നും ഇന്നത്തെ കാലത്തുള്ള പിള്ളേരുകൾ തീരെ തയ്യാറല്ല. പിന്നെ 15-20 വയസ്സിനുള്ളിൽ നമ്മുടെ ബോഡി ഫിറ്റ് ആയിരുന്നു. ഒരു ആയുധം എടുക്കുന്നതിനപ്പുറത്തേക്ക് കൈകാര്യം ചെയ്ത് തീർക്കാന്നുള്ളായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ എന്ത് പറഞ്ഞു ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് ഇപ്പൊ തൃശ്ശൂരുണ്ടായ സംഭവം കണ്ടില്ല, മറ്റേ കഴിഞ്ഞ പുതുവർഷത്തിന്റെ എന്താന്ന് എന്തോ പറഞ്ഞു തർക്കിച്ചു, ആയുധം എടുത്തു വന്നു കുത്തി. സ്വന്തം ബോഡിയിൽ സെക്യൂരിറ്റി ഫീൽ ചെയ്യാത്ത അല്ലെങ്കിൽ ശരീരത്തിന് ഒരു വിശ്വാസം ഇല്ലാത്തവരുടെ ഒരു സംഭവം കൂടിയാണ് പെട്ടെന്നുള്ള ആയുധം എടുക്കുക. സൈക്കോളജിസ്റ്റ് ആണ്, അറിയാം, ഡോക്ടറാണല്ലോ. സോ ഇതിലെനിക്ക് പറയാനുള്ളത്, നമ്മളുടെ സൈക്കോളജിയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള തെറാപ്പി അവതരിപ്പിച്ച ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ പേര് ആൽബർട്ട് എലിസ്ന. റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, പല ആൾക്കാരുടെ പല പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അടുത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ അടുത്തുള്ള ഒരു നോൺ ഫ്ലെക്സിബിൾ ആറ്റിറ്റ്യൂഡാണ്. ഒരു കടുംപിടുത്തം പിടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ശകാരങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ അത് ഫ്ലെക്സിബിളായി പോട്ടെ എന്ന് വിടാൻ, അങ്ങനെ ചിന്തിക്കാൻ സാധിക്കാതെ അവർ അതിനടുത്ത് ആ നോൺ ഫ്ലെക്സിബിൾ ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ് ചെയ്യണത്. സോ ഇതിനൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പല ആൾക്കാർക്കും ഷുഡ് മസ്റ്റ്. ഇപ്പം അവൻ അടിച്ചു കഴിഞ്ഞ് ഞാൻ തിരിച്ച് കൊടുക്കണം, അവൻ അടിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഷുഡും മസ്റ്റും നമ്മുടെ മനസ്സിൽ കുറേ ഉണ്ട്. അത് തന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പകുതികളധികം പ്രശ്നങ്ങൾ മനുഷ്യരെ മാറി കിട്ടുന്നതാണ് പുള്ളിക്കാരൻ പറയണത്. ഒന്ന് വിട്ടുകൊടുക്കാനായിട്ട്, ഒന്ന് ഫ്ലെക്സിബിളായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു രീതി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അഡാപ്റ്റബിളായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചിന്തിക്കാനുള്ള ചിന്ത കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നടക്കണം. ഇതിപ്പോൾ നടത്തിപ്പോയിരിക്കുന്ന ദിലേഷേട്ടനോട് ഞാൻ ചെന്ന് കാർഡിയോ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് മസിൽ വേണ്ട. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഞാൻ അന്ന് പോയിരുന്ന ആളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു വന്നിരുന്നോ, ജോയിൻ ചെയ്തോ. ഇപ്പം ഇതിപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു പ്രചോദനം കൂടിയായി. മദ്യം, ഡ്രഗ് എന്തായിക്കോട്ടെ കഴിക്കുന്നവർ പറയുന്ന ഒരു സംഭവം, എനിക്ക് ക്ഷീണമുണ്ട് അല്ലെങ്കിൽ ഉറക്കം, ടെൻഷൻ, ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാന്നൊക്കെയാണ്. ഞാൻ ഈ അടുത്തൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. ജിമ്മായിട്ടുള്ളൊരു പുള്ളി, ആളുടെ മത്സരത്തിന് വേണ്ടി ആൾ വർക്കൗട്ട് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചേട്ടൻ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ ദിവസങ്ങളിൽ അടുത്തും തോറും ഒരു വാട്ടർ കട്ട് ചെയ്യും, അതായത് വെള്ളം കട്ട് ചെയ്യും, കാർബ് കുറച്ച് ദിവസം കട്ട് ചെയ്യും, എന്നിട്ട് എക്സ്ട്രാ ചിക്കൻ പ്രോട്ടീന് വേണ്ടിയിട്ട് നല്ലപോലെ ചിക്കൻ കഴിക്കും. അത് ഉപ്പും ഒന്നും ഇല്ലാണ്ടൊക്കെ കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ വരുന്നൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. ഒരു സമയം ഒരു നേരം ചിന്തിക്കാൻ, രണ്ടാമത്തെ നേരം ഇത് കഴിക്കണം, മൂന്നാമത്തെ നേരം ഇത് കഴിക്കണം. മത്സരത്തിന്റെ ദിവസങ്ങൾ അടുപ്പിച്ച് ഈ കഴിക്കുന്നതിന്റെ എഫക്ട് ചെയ്യുന്ന ഉറക്കം പോവും, വെയിറ്റ് അടി കൂടുന്നു. പിന്നെ ഈ പച്ചമാംസം കഴിച്ചതിന്റെ ഇതിന്റെ ഒരു പച്ചയല്ല, ഉപ്പും അതൊന്നും ഇല്ലാണ്ട് കഴിച്ചതിന്റെ ഒരു ഉരുണ്ട് പറയില്ല, അല്ലെങ്കിൽ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി എപ്പോഴും നിൽക്കുക. പിന്നെ അതിന് കൂടെ ഫുൾ നല്ലപോലെ വെയിറ്റ് അടിച്ച് കയറ്റുന്നുണ്ട്, ഫുൾ ടൈം പമ്പ് ചെയ്ത് നിൽക്കാനുള്ളത്. ഈ മത്സരത്തിന് വേണ്ടി ഇവിടെ ഒരുങ്ങുമ്പോൾ ഉള്ളൊരു കഷ്ടപ്പാട് മനസ്സിലായല്ലോ. അതിൻ്റെ കൂടെ ഈ ഉറക്കമില്ലായ്മ ഉണ്ട്. അപ്പം ഇവർ ഈ എഫർട്ടുകളൊക്കെ ഉള്ളപ്പോഴും ഇവർ ഡ്രഗ്സ് കാര്യങ്ങൾ ഉപയോഗിക്കാതെയാണ് ഇവർ പോകുന്നത്. ഇതിന്റെ ഇവിടെയാണ് മറ്റൊരു ഏരിയയിൽ അവർ പറയുന്നത്, എനിക്ക് ഉറക്കം കിട്ടാനായിട്ട് ഞാൻ ഡ്രഗ് അടിക്കണം, എനിക്ക് സമാധാനം കിട്ടാൻ ഞാൻ ഡ്രഗ് അടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്കിപ്പോൾ ഡ്രഗ്സിനെ ഒഴിവാക്കി നിർത്താനായിട്ട് എന്താ പറയുക, ചൂണ്ടി കാണിക്കാൻ പറ്റിയ കുറച്ച് അവരാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ജിമ്മ്, നമ്മളെ മലയാളത്തിൽ പറഞ്ഞ ജിമ്മന്മാർ. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ഇപ്പൊ അമൃത് തന്നെ കൂടുതൽ കഴിച്ചാൽ അത് വിഷാന്ന് പറയും.
അതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടതെന്ന്. ഇപ്പൊ എന്ത് അമൃത് കൂടുതൽ കഴിച്ചോ, അമൃത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന്. അമൃത് കണ്ടമാനം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണെന്നാണ്. ആരും കണ്ടിട്ടില്ലേ അമൃത്? പയ്യെ തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പനിയും തിന്നാം. അതേപോലത്തെ ഒരു സംഗതിയാണ്. അത് വളരെ ഇമ്പോർട്ടന്റാ. എനിക്കൊരു കാര്യം വരുന്നത്, പല ആൾക്കാരും ഒരു പക്ഷേ ജിമ്മില് മസിലൊക്കെ വരാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരിക്കും. പതിയെ നമ്മൾ ട്രൈ ചെയ്ത് കിട്ടുന്ന സംഭവത്തിൽ സംതൃപ്തിയായി വരാൻ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നാളത്തേക്ക് കൂടുതൽ നിലനിൽക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സോ അത് ജീവിതത്തിൽ മറ്റ് പല മേഖലകളിലേക്ക് നമുക്ക് എന്താ പറയാ പകർത്താവുന്ന ഒരു വലിയ പാഠം കൂടിയാ, അതിലൊരു സംശയമില്ല. പിന്നെ ജിം കൾച്ചറിലെ വേറൊരു സംഗതി വെച്ചാലേ, എൻ്റെ അമ്മയൊക്കെ പറയേ, ഈ അവിടെ 10,000 കൊടുത്ത് പോണ നേരം ഇവിടെ കാലത്ത് എഴുന്നിട്ട് അലക്കാൻ വെള്ളം കോരി ചെയ്ത പറയുന്നത്. സ്ഥിരം കേൾക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് സ്ഥിരമായിട്ട് ഒരു പറയുന്ന ഒരു സംഗതിയാണ്. അവിടെ ചെയ്യുന്നത് കൃത്യമായിട്ട് ഒരു വർക്കൗട്ടാണ്. ഇന്ന പാർട്ടിന് നമ്മള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഇന്ന ഭാഗത്തേക്ക്. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളെല്ലാ ദിവസവും അലക്കുന്നു പറയുമ്പോ ഈ വേറെ അലക്കമില്ല, വേറെ ഒരു ഇതുമില്ല. കാലുകൊണ്ട് അലക്കേണ്ടി വരും. അതെ. പിന്നെ മുറ്റമടിക്കാന്ന് പറഞ്ഞ കൂതുന്ന ഈ കൈയിനാണ് അനക്കും, കൈ കണക്കല്ലേ. അപ്പൊ അല്ല, അതവര് പണ്ടത്തെ കാരണന്മാര് അതങ്ങനെ അവരൊരു ആ കാശ് ലാഭത്തിന് വേണ്ടി മാത്രം പറയുന്ന ഒരു ടെക്നിക്കലാണ് അത്. അതായത് ഇവ അവിടെ പോയി 3000 കൊടുക്കണ, ഇവിടെ ഈ പണിയും കഴിയും പരിപാടി നടക്കും. കാക്കയുടെ കടി മാറും, പശുവിന്റെ ചൊറിച്ചില് മാറും, കാക്കയുടെ വിശപ്പ് മാറും, കാക്കയുടെ കടിയില്ല പശുവിന്റെ ചൊറിച്ചില്. അതൊന്നുകൂടി പറയാം നമുക്ക്. അത് കിടന്നോട്ടെ, അങ്ങനെ തന്നെ കിടക്കട്ടെ. അതാണല്ലോ അതിന്റെ രീതി. നമുക്ക് മാറ്റം ഉണ്ടാവട്ടെ, നമുക്ക് മാറ്റം ഉണ്ടാക്കാനായിട്ട് വലിയൊരു പ്രചോദനമാവും, അതിലൊരു സംശയമില്ല. സോ ഇന്നത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നാളെയുള്ള ദിവസം നമുക്കത് ഓടാനും നടക്കാനും ഇനിയൊരു ജിമ്മിൻ്റെ ഭാഗമാവാനായിട്ടുള്ളൊരു വിളിയും കൂടിയാണിത്. സോ ആ രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതം ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോട്ടെ, അടിപൊളിയാവട്ടെ, സൂപ്പർ ആവട്ടെ അല്ലേ? അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ചർച്ച കൊഞ്ഞും കയറി പോയനാ, ഞാനിവിടെ പിടി വലിച്ചതാ. റെക്കോർഡ് അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ കൊറേ ചിന്തിച്ചു കഷ്ടപ്പെട്ടു. ഇനി പോയി ഓഫ് ചെയ്തോ, ഇനി കത്തി കയറാനില്ല.